അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിന്റെ അവിടെ ഒരു ജീപ്പ് റാംഗ്ലർ ചിലപ്പോ അതിന്റെ ഒരു ഷൂട്ട് ചിലപ്പോ റെഡി ആവും. ബബിള് BM ബ്ലൂ. അതെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞങ്ങൾ കൊടുക്കാം. ഞാൻ ഒഴിപ്പിച്ച റെഡ് കൂളന്റ് ആണ് ഇതിന് ഉപയോഗിക്കണത്. അതിന്റെ സ്പെഷ്യൽ വണ്ടി ഞാൻ കണ്ടു, അത് നിങ്ങളെ ഞാനിപ്പോ കാണിച്ചു. ജീപ്പ് റാംഗ്ലർ. അപ്പൊ ആ റാംഗ്ലറിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇടാൻ പോകുന്നത്. കളർ ഈ വണ്ടിയുടെ ഇതല്ല, പക്ഷെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന റാപ്പിംഗ് വണ്ടി ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ പ്രാർത്ഥനയോടുകൂടെ ഒരു ദിവസം നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ എപ്പിസോഡ് 2, അതായത് എപ്പിസോഡ് 2 എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യങ്ങളല്ല, എന്നാലും നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള റിപ്പീറ്റേഷൻ തന്നെയാണ്. പക്ഷെ അതില് നമ്മുടെ വണ്ടികൾ മാറ്റം വരും, ക്ലയൻസ് മാറ്റം വരും. അപ്പൊ ഇന്ന് നമ്മൾ അഗെയിൻ 9 മണിക്ക് ഓഫീസിൽ എത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ഫാമിലി ആയിട്ട് വീട് കൂട്ടി ഇറങ്ങി ജോലിക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ തന്നെ പതിവ് പോലെ നമ്മുടെ സ്മാർട്ട് ന്യൂസിന്റെ ഉള്ളിലുള്ള വീഡിയോ ഷൂട്ടുകളും നമ്മുടെ സ്മാർട്ട് ന്യൂസിന്റെ ചാനലിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ടുകൾ, അത് കഴിഞ്ഞ് ഈ BMW ഒരു സെയിൽസിന് പറ്റുന്ന നല്ലൊരു വീഡിയോ ഒന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിന്റെ അവിടെ ഒരു ജീപ്പ് റാംഗ്ലർ ചിലപ്പോൾ അതിന്റെ ഒരു ഷൂട്ട് ചിലപ്പോൾ റെഡി ആവും. ഞാൻ ഇന്നലെ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, എനിക്ക് മറ്റേ ബ്ലൂ വേവ് എന്ന് പറഞ്ഞൊരു ഷോറൂമിന്റെ ഒരു പ്രപ്പോസൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ബിസിനസ് ജീവിതത്തിന്റെ 2ാം ഭാഗം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ശനിയാഴ്ചയാണ് ഇന്ന് വരണേ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം ഒരുവിധം വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. See you. Bye bye. മറിയതാ ഏതാ കാറ്? ഈ കാർ ഏതാ? ബബിള് BM ബ്ലൂ. BM ബ്ലൂ എന്നാണ് അവള് ഈ വണ്ടിനെ പറയണേ. അപ്പൊ W എന്ന് പറയാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്. അപ്പൊ BMW എന്ന് പറഞ്ഞതിന്റെ പകരം BM ബ്ലൂ എന്നാണ് പറയുന്നത്. ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൺ ടൈമിന്, അതായത് എല്ലാവരും എത്തുന്നതിനും മുന്നേ ഞാൻ എൻ്റെ ഓഫീസിൽ എത്തുക എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഷോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും വളരെ കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ വളരെ സക്സസ്ഫുള്ളി നമുക്ക് റെഡി ആക്കാം എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മൊത്തം 3 ബിസിനസ്സുകൾ എങ്ങനെ റൺ ചെയ്ത് 4 ആൾ അറിയുന്ന രീതിയിലേക്ക് ഇതിനെത്തിക്കാം എന്നുള്ളതിൻ്റെ 1 by 1 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ 9 മണിക്ക് തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഓഫീസിലെത്തി. നമ്മുടെ ഓഫീസിലെ വീഡിയോ ഷൂട്ടുകളെല്ലാം കഴിഞ്ഞു. സ്മാർട്ട് മൂവ്സിൻ്റെ ചാനൽ കയറി നിങ്ങൾക്കെല്ലാം കാണാം. ഇനി അങ്ങോട്ട് നമ്മുടെ സ്മാർട്ട് മൂവ്സിൻ്റെ പിടുത്തം വിട്ട് നമ്മൾ കാറിൻ്റെ ലോകത്തേക്ക് പോകാം. ഇന്ന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടുകളും ഒരുപാട് ബിസിനസ് ഡീലുകൾ സംസാരിക്കലും BMൻ്റെ വീഡിയോസ് എടുക്കലും ഒക്കെ ഉണ്ട്. വളരെ ഹാപ്പിയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി നമ്മളിതാ ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫീൽഡ് വർക്ക് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ആദ്യം തന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ BMൻ്റെ ഷൂട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്യണത്. അപ്പോൾ BMൻ്റെ ഷൂട്ട് അബിയാണ് എടുത്തു തരിക, ഞാനതിൽ അഭിനയിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ BMൻ്റെ പോസ്റ്റ് ചെയ്യും. അഗെയിൻ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഏതാണോ അത് സെയിലിനുള്ള വണ്ടിയായിരിക്കും. കാരണം ആ വണ്ടിയാണ് നമുക്ക്, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവൻ്റെ കണ്ടീഷൻ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാൽ ഒഫീഷ്യൽ എന്നാണ് ആ ഇൻസ്റ്റാഗ്രാമിന് തൽക്കാലം പേര് കൊടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മുടെ ഇതിടാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ അതെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞങ്ങൾ കൊടുക്കാം. അതെ, അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ബോഡി വാഷ് ചെയ്യണം, കാരണം നല്ലൊരു വീഡിയോ എടുക്കണമല്ലേ. വലിയ ചെളിയില്ല, എന്നാലും കുറച്ച് പൊടിയൊക്കെ ഉണ്ട് വണ്ടിയിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നേരെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്നലെ ഒരു ബ്ലൂ വേവിൻ്റെ വീഡിയോയിലാണ് ഇന്നലത്തെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സസ്പെൻസ് പറഞ്ഞാൽ അത്ര വലിയ കാര്യമായിട്ടല്ല, എന്നാലും ഞങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പിനെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു വലിയൊരു റിസൾട്ട് ഫസ്റ്റിലെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ആ ബ്ലൂ വേവിൻ്റെ ഒരു വീഡിയോ പ്രൊമോഷനാണ് ഞങ്ങൾക്ക് ഒരു പ്രൊപ്പോസലായിട്ട് നിൽക്കണേ. അപ്പോൾ നമ്മൾ ഇന്നലെ പോയിരുന്നില്ല, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, എപ്പിസോഡ് 1 കണ്ടാൽ മനസ്സിലാവും നമ്മുടെ BMൻ്റെ കറക്റ്റ് ഓയിൽ ഒന്നുകൂടി റീചെക്ക് ചെയ്യണം, പിന്നെ കൂളൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് അവിടുത്തെ ബിസിനസ് ഓണർ, അതായത് വർക്ക്ഷോപ്പിലെ ഓണർ കരീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്താണ്, അവനൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ ഒരു വീഡിയോ വർക്കിനും കൂടി നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവനോട് പ്രൊപ്പോസൽ കൊടുത്തു, ഒരു ആഡ് ഷൂട്ട്. അപ്പോൾ അത് അവന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബിസിനസ് തന്നെയാണ് അതും ചെയ്ത് കൊടുക്കാനുള്ളൊരു ഡീലും കൂടെ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷം. സോ BM നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ കയറ്റി ജനതാ ഗാരേജ് വളരിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അവിടെ സുനിലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ട്. അപ്പോൾ സുനിലേട്ടന് നമ്മൾ കാർ
കാറ് കാണിച്ചു കൊടുത്ത ആൾ ഓയിലൊക്കെ റീചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. കൂളൻ്റ് ആൾ തന്നെ ഫില്ല് ചെയ്തെന്ന് ആൾ അടിപൊളിയാക്കി തരാൻ പറ്റുന്ന കഴിവുള്ള ഒരു മെക്കാനിക്ക് തന്നെയാണ്. സോ BMൻ്റെ എഞ്ചിൻ റൂമൊക്കെ ഉണ്ടോ വളരെ പക്കയാണ്. മേജറായിട്ടുള്ള ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ സുനിലേട്ടനെ ഞാൻ അതേ വിളിച്ച് കൊണ്ടുവന്നു. സുനിലേട്ടാ നമ്മുടെ വണ്ടി ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞപ്പോൾ ആളാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺസൾട്ടേഷൻ തരുന്ന ഒരാളാണ്. ആൾ കറക്റ്റ് അതിൻ്റെ ഓയിലൊക്കെ നോക്കി ക്ലിയർ ചെയ്തത്. നമ്മൾ ഈ BMൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതാണ്. ഈ വണ്ടിയോട് താല്പര്യമുള്ള ആൾക്കാർ വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വണ്ടിയാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റെഡി ക്യാഷ് ആണെങ്കിലും മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തരാൻ പറ്റും. ഡെയിലി ഇത് യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസും അപ് ടു ഡേറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. സോ ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ സാധനത്തിൻ്റെ കൂളൻറ്റും ഓയിലും ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആയിട്ടാണ് നമ്മുടെ വണ്ടീനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ BMWയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലക്ഷറി കാറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഡെയിലി ഒരു 300 രൂപ ജീവിതത്തിൽ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു പ്രീമിയം കാർ കൊണ്ടുനടക്കാം. കാരണം എന്താണെങ്കിൽ 300 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ കാൽക്കുലേഷൻ നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഉണ്ടാവും. അത്ര വേണ്ടത് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ ആ 300 രൂപ നിങ്ങൾ ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു ദിവസം ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് 600 രൂപ ഏൺ ചെയ്യാൻ പറ്റണം നമ്മുടെ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ BMWയുടെ ഓണറാണെങ്കിൽ നമ്മുടെ അത്ര നാൾ നമ്മൾ വിറ്റേറുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇരട്ടി പൈസയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതാണ്. നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറഞ്ഞ ലിബോറ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ നടത്തി പോകുമ്പോൾ അതിന് നമ്മളൊരു 2000-3000 ഒക്കെ സർവീസ് ചാർജ് വെച്ചിരുന്നു. നമ്മൾ ഇതിൽ പോകുമ്പോൾ നമുക്ക് 5000-10000 മേടിക്കാൻ പറ്റും. ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഇന്നലെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം എന്താണെങ്കിൽ നമ്മൾ സാധാരണ 15000 നമ്മൾ ഓരോ വീഡിയോസിന് പറഞ്ഞതിൻ്റെ പകരം ഇതിൽ പോയി ഇറങ്ങിയപ്പോൾ നമുക്കത് 30,000 പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സോ ഇങ്ങനെയുള്ള ലക്ഷറി വണ്ടികൾ നല്ലതാണ്. പക്ഷേ ഡെയിലി ഒരു 300 രൂപ ഡീസലിന് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസിന് മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാ സാധനം കറക്റ്റ് ട്രീറ്റ് ചെയ്ത് പോയാൽ ഇവൻ നമുക്ക് കാശുണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സുനിലേട്ടനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. ആൾ പക്കയാന്ന് പറഞ്ഞു, ഒരു പ്രശ്നമില്ല വണ്ടിക്ക്. നമ്മുടെ പ്രീമിയം കാർ കൊണ്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ റെസ്പെക്റ്റ് നമ്മൾ ആ വണ്ടിക്ക് കൊടുത്തുകൊണ്ട് തന്നെ വേണം ആ വണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ കൂളൻ്റെ ഞാൻ ചെറിയൊരു കുറവ് തോന്നിയപ്പോൾ നേരെ അതിൻ്റെ ഒരു 1 ലിറ്റർ മേടിച്ചിട്ട് അതും ആളെ കൊണ്ട് ഞാൻ ഒഴിപ്പിച്ചു. റെഡ് കൂളൻ്റാണ് ഇതിന് ഉപയോഗിക്കണത്. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല പ്രീമിയം സാധനങ്ങൾ തന്നെയാണ് വണ്ടിയിൽ ഉപയോഗിച്ചപ്പോൾ. സിന്തറ്റിക് ഓയിൽ 1 ലിറ്ററിന് 700 വരും ആ സിന്തറ്റിക് ഓയിൽ. ഞാൻ പറഞ്ഞില്ലേ, വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാറിന്. പക്ഷേ നമുക്കതിനുള്ള ടൈം അതിന് കണ്ടെത്തണം, അതിനുള്ള വാല്യൂ ആ വണ്ടിക്ക് കൊടുക്കണം, അതിനുള്ള എക്സ്പെൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി നമുക്ക് ജീവിതത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. സോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ BMൻ്റെ ആഡ് ഷൂട്ടിന് ഇറങ്ങി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ആഡ് ഷൂട്ടിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലിവോറയുടെ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ സർവീസിന് നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ബ്ലൂ വേവ് നമ്മളപ്പോൾ നമ്മുടെ യാത്രയിലാണ്. നമ്മളിപ്പോൾ ബ്ലൂ വേവിൻ്റെ ഷോറൂമിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ സ്റ്റുഡിയോയുടെ, അതായത് ലിവോറയുടെ ഒരു പ്രപ്പോസൽ അവിടെ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ട്രയൽ പോലെ നമ്മുടെ കമ്പനിയുടെ ഒരു വീഡിയോ നമ്മുടെ അബി ഷൂട്ട് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. ഡീലാവുകയാണെങ്കിൽ മോശമില്ലാത്തൊരു എമൗണ്ടിൻ്റെ ഡീല് മാസം നമുക്ക് അവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ആദ്യ പടി, അതായത് സ്മാർട്ട് മൂവ്സ് എന്ന് പറഞ്ഞ ബിസിനസ് റണ്ണിങ് ആണ്. യൂസ്ഡ് കാറിൻ്റെ ബിസിനസ്സും വലിയ കുഴപ്പമില്ല. ലിവോറയാണെന്ന് തന്നെ കണ്ടത്. അപ്പോൾ അത് അനക്കാനുള്ള പരിപാടിയാണ് നടക്കണത്. സോ എല്ലാവരും വാച്ച് ചെയ്യുക, എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് മീറ്റിംഗ് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ. സോ ഞങ്ങൾ ഷോറൂമിലെത്തി, ഇതേ ബ്ലൂ വേവിൻ്റെ ഷോറൂമിലെത്തി. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ ഫുൾ പരിപാടികൾ. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ഷൂട്ട് ബാലൻസ് ഉള്ളത് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കയറി കണ്ടപ്പോണ്ടല്ലോ കുറേ കിട്ടില്ല വണ്ടികളുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ വണ്ടി ഞാൻ കണ്ടു, അത് നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു. ഈ ഷോറൂമിലേക്ക് വന്നപ്പോൾ അട്രാക്റ്റീവായിട്ട് സാധനം ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. കണ്ട വോക്സ് വാഗൻ ജാതി നൈസ് ലുക്ക് വണ്ടി ഞാൻ അധികം ഷോറൂമുകളിലൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നണം കുറച്ച് റയറായിട്ടുള്ളതായിട്ട് തോന്നണം. കാരണം ഇതൊരു ഗ്രീൻ കളർ വണ്ടിയാണ്. തൊട്ടപ്പുറത്തൊരു റേഞ്ച് റോവർ ഇവോക്ക്, BMൻ്റെ ഒരു 5 സീരീസ്, അതൊക്കെ എനിക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്ന ചാൻസ് ഉള്ള വണ്ടി. അതിപ്പോൾ നമ്മുടെ വണ്ടി അവിടെ BM അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ദിവസം ഒരുപാട് ഷോറൂമുകളിൽ കയറി വീഡിയോ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അബി അവിടെ നമ്മുടെ ഒരു റാംഗ്ലർ എടുക്കുന്നുണ്ട്, ജീപ്പ് റാംഗ്ലർ. അപ്പോൾ ആ റാംഗ്ലറിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇടാൻ പോണത്. അപ്പോൾ ഈ റാംഗ്ലറിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവർക്കൊരു ഔട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ ലിവോറ മീഡിയ പ്രൊഡക്ഷൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ് ടോപ്പ് മാറ്റിയിട്ട് നമ്മൾ അവിടെ ഹാർഡ് ടോപ്പ് ഉണ്ട്, ആ ഹാർഡ് ടോപ്പ് ഇതുമ്പോൾ കയറ്റണം. ഇതാണ് ഹാർഡ് ടോപ്പിൽ നിന്നും സോഫ്റ്റ് ടോപ്പിലേക്ക് റാംഗ്ലർ എങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കണേ. കണ്ട എല്ലാ ഭാഗവും ഇതിൻ്റെ അഴിക്കാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 90 ലക്ഷം രൂപയോളം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഉണ്ട് കേട്ടോ.
നല്ല കിട്ടില്ലൻ റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയൽ കളർ ഈ വണ്ടിയുടെ ഇതല്ല, പക്ഷെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന റാപ്പിംഗ് വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഓഫ് റോഡ് പർപ്പസിന് വളരെ പക്കയാണ്. പിന്നെ ഈ വണ്ടി 2022-23 മോഡലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ ഇത് വണ്ടി നല്ല ടയർ കണ്ടീഷനും കിലോമീറ്റർ വളരെ ലോ ആയിട്ട് ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. 49.5 ലക്ഷമാണ് ഐ തിങ്ക് ഈ വണ്ടിക്ക് അവർ ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ താല്പര്യമുള്ള ഒരു ബ്ലൂ വേവുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ലാലിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്നും കൂടി പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയില്ല, അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലൊരു കച്ചവടം ഒരു 50 ലക്ഷത്തിൽ നടന്നു എനിക്ക് പറയാമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഉപകാരമായിരിക്കും. സോ അത് വേണ്ട, ഇതിൻ്റെ കംപ്ലീറ്റ് മുകളിലത്തെ ഷീറ്റ് റിമൂവ് ചെയ്തത് പുതിയ ഇതെന്താ പറയുക, ഞാൻ ഈ ഹാർഡ് ടോപ്പ് കയറ്റുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നതിൻ്റെ കാര്യം ഇത് താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഫിറ്റ് ചെയ്യണ നേരത്താണ് ഞാൻ വന്ന് ഫോണിൽ ഈ ഹാർഡ് ടോപ്പിൻ്റെ വീഡിയോ എടുക്കണത്. അതുകൊണ്ടാണ് അത് എടുത്തുകൊണ്ട് വരുന്ന നേരത്തെ എനിക്ക് പറ്റാൻ ഞാൻ കണ്ടത്. പിന്നെ ഇപ്പോൾ 2 പീസിൻ്റെ മുകളിലാണ് വരണത്. അപ്പോൾ അത് നേരെ അതിൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്തു. ഇനി ഇത് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ലിവോറോയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അബി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. വണ്ടി പുറത്തോട്ട് ഇറക്കി. വണ്ടി അപ്പോൾ ആദ്യം ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഷോറൂമിലേക്ക് കയറ്റണ ഒരു ഷോട്ടാണ് അബി ആദ്യം എടുക്കണത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവരെ ഇമ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് ചെയ്ത് കൊടുക്കുക. അതായത് വണ്ടിയുടെ ഹാർഡ് ടോപ്പ് മാറ്റിയിട്ട് സോഫ്റ്റ് ടോപ്പ് കയറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള കംപ്ലീറ്റ് കണ്ടൻറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ബിസിനസ് എന്തോരായി എന്നുള്ളതൊക്കെ ഇനി അങ്ങോട്ടുള്ള വരുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.